ലോകോത്തര ശാസ്ത്ര സാങ്കേതിക അടിത്തറ സ്ഥാപിച്ചാകണം രാജ്യത്തെ സമ്പന്നമാക്കേണ്ടതെന്ന് മിസൈൽ വനിത കൂടിയായ ഡോക്ടർ ടെസി തോമസ് അഭിപ്രായപ്പെട്ടു. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ സമ്പന്നമാക്കേണ്ടത് ലോകോത്തര ശാസ്ത്ര സാങ്കേതിക അടിത്തറ സ്ഥാപിച്ചുകൊണ്ടായിരിക്കണമെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുൻ സയന്റിസ്റ്റും ഇന്ത്യയുടെ മിസൈൽ വനിത കൂടിയായ ഡോക്ടർ ടെസി തോമസ് അഭിപ്രായപ്പെട്ടു. സെയിന്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാനും പ്രപഞ്ച നിഗൂഢതകൾ പരിഹരിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും ശാസ്ത്രത്തിലൂടെ നമുക്ക് കഴിയും. അതേസമയം കാര്യക്ഷമത, ഉൽപാദനക്ഷമത, ജീവിത നിലവാരം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പ്രായോഗിക രീതികളിൽ ഈ ശാസ്ത്രീയ അറിവ് ഉപയോഗിക്കാൻ സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കഴിയണമെന്നും അപ്പോൾ മാത്രമേ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഫലപ്രദമായി പറയാൻ കഴിയൂ എന്നും ടെസി തോമസ് കൂട്ടിച്ചേർത്തു. മുഖ്യാതിഥിയിൽ നിന്നും 200ഓളം വിദ്യാർത്ഥികൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ബിരുദദാന ചടങ്ങിൽ കോളേജ് ചെയർമാനും സെക്രട്ടറിയുമായ ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ഡയറക്ടറും പ്രിൻസിപ്പലുമായ ഡോക്ടർ വി അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, ഡോക്ടർ അലക്സ് ജെയിംസ്, ജേക്കബ് തോമസ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥി വികസന ഡീൻ ഡോക്ടർ എസ് ശരത് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു.